വിശന്നിട്ടേ അത് മാറ്റാനുള്ള രണ്ട് ആൾക്കാരാണല്ലോ, ഒന്നമ്മ ഒന്നച്ഛേ. പിന്നെ ഉണ്ടാക്കി തരാൻ അമ്മേ, പിന്നെ ഉണ്ടാക്കാൻ എന്തേലും കൊണ്ടാൻ അച്ഛ. അപ്പൊ ഇന്ന അച്ഛ കൊണ്ടുവന്ന ചക്ക കൊത്തി നുറുക്കി അരിഞ്ഞിട്ട് അതില് ചിക്കൻ കറിയൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കാന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. 2-3 ചക്ക കൊണ്ടുവന്നായിരുന്നു. 2 ഞാൻ പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിൽ 1 കൊത്തി നുറുക്കി അപ്പുറം കോരി വെച്ചു. ബാക്കിയുള്ളതുകൊണ്ട് നമ്മള് കൂട്ടാനാക്കാണ്. ആ മറ്റേ മുറിച്ച് വെട്ടി കൊടുക്കും. ഇതന്നെ എന്തായാലും വെച്ചുണ്ടാക്കാൻ പറ്റൂല. പിന്നെ നമുക്ക് ചക്കക്കൂട്ടാനും ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിക്കുള്ളൂ. നമുക്ക് തോനെ ചിക്കനൊന്നും പറ്റൂലല്ലോ. ഇവർക്കൊക്കെ തോനെ തിന്നാൻ ഞാൻ വെച്ചുണ്ടാക്കുക. എന്നിട്ട് ഞാൻ ഒരു 2 കഷ്ണം തിന്നുക. അതാണ് ഇപ്പം നമ്മളെ പ്ലാന്. കൊത്തിയരിഞ്ഞു തരും. ഞാൻ ഇങ്ങോടെ കുടിക്കറിയൂല. ആദ്യം ഞാൻ പറഞ്ഞു ചക്ക 2 വെട്ട് ആക്കി തന്നാതി, ബാക്കി ഞാൻ ചെയ്തോളാന്ന്. 2 കഷ്ണാക്കിയപ്പോ ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഉള്ളതും കൂടി ഒന്ന് പീസാക്കി എളുപ്പാവുമല്ലോ എന്ന്. അത് കഴിഞ്ഞപ്പോ പിന്നെ കൊത്തി എരിഞ്ഞേരുന്ന് ചോദിക്കുന്നത് സ്വാഭാവികം. അപ്പൊ തന്നെ മറുപടി വന്നു കേട്ടോ, പറ്റൂലെന്ന്. ഞാൻ എന്തായാലും ഏട്ടൻ മുറിച്ചെന്ന കഷ്ണങ്ങളൊക്കെ അപ്പുറം കൊണ്ടുകൊടുത്തു. എല്ലാവർക്കും ഫ്രഷ് ആയിട്ട് തന്നെ ചക്ക കൊണ്ട് കൂട്ടാനോ ഉപ്പേരിയോ വറവോ എന്താ ചാക്കാലോ നോർത്തല്ലോ. സൂപ്പറാവും, സൂപ്പറാ. ഇവിടെ കണ്ടല്ലോ പൂളയ്ക്ക് ചിക്കൻ കറി കൂട്ടും, അതല്ലാണ്ട് ചക്കയ്ക്ക് ചിക്കൻ കറി അത് ചിന്തിക്കാത്തൊരു കാര്യമാണ് കേട്ടോ. ചക്കയ്ക്ക് മീൻ കറി പോലും ഒഴിച്ച് കഴിച്ചിരുന്നില്ല രമേശേട്ടനൊന്നും ആദ്യം. പിന്നെ കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഞാൻ നമ്മുടെ പാതയക്കരത്തെ ശീലങ്ങളൊക്കെ ഇവിടെ ഇറക്കുമല്ലോ. അങ്ങനെ ചക്കയ്ക്ക് മീൻ കറി ഒഴിച്ചപ്പോ കൊള്ളാം നല്ലതാന്നൊക്കെ പറഞ്ഞ് ടേസ്റ്റ് ആക്കി. അപ്പൊ ഇഷ്ടപ്പെട്ടു. അതുപോലെ ചിക്കൻ കറി ഇതുവരെ ചക്കയ്ക്ക് ഒഴിച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. ഏട്ടനും ഉണ്ണിയോളും. ഞാനൊക്കെ എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും കഴിക്കാറുള്ളതാണ്, കഴിച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ അധികം ചക്ക ഉണ്ടാക്കുമ്പോ ചിക്കൻ മേടിക്കലില്ല. അത് തമ്മിലൊരു സിങ്ക് ഇല്ലാത്ത പോലെയാണ് ഇവിടെ ഉള്ളവരുടെ ഒരു ധാരണ. അപ്പൊ അതൊന്ന് മാറ്റി കുറിക്കാൻ വേണ്ടിയിട്ട്, മാറ്റി തിരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ചിക്കൻ കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ടേസ്റ്റ് അവർക്കൊന്നും അറിയണല്ലോ അല്ലെ. അതുപോലെ തന്നെയാണ് ഉണ്ണിയപ്പം, നെയ്യപ്പം, ഈ ഐറ്റംസിലേക്കൊന്നും ചിക്കൻ കറി കൂട്ടൂല. അതായത് നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കും, അത് അങ്ങനെ കഴിക്കുക. ഈ ഒരു ലൈറ്റ് മധുരത്തിന്റെ കൂടെ എങ്ങനെ ചിക്കൻ കറി എരിവുള്ള അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയായിരുന്നു. രമേശേട്ടൻ പിന്നെ എന്റെ വീട്ടിലേക്ക് വരുമ്പോ ഒക്കെ അവിടെ ഉണ്ണിയപ്പം ഇറച്ചി ഉണ്ടാവും. പിന്നെ അത് തിന്ന് ഓരോ എന്റെ ഫാനായിട്ടോ. ഉണ്ണിയപ്പോ നെയ്യപ്പൊക്കെ ഉണ്ടാക്കിയ ഇടി കുറച്ച് ചിക്കൻ മടിച്ച് കറിയൊക്കെ എന്താ അറിയും. ശരിക്കും പറഞ്ഞാൽ ചക്ക നുറുക്കി കിട്ടാനേ പാടുള്ളൂ അല്ലെ. അത് വെച്ച് കറി വെക്കാനും പുഴുക്ക് വെക്കാനൊക്കെ എളുപ്പമാണ്. ഇതുപോലെ കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്നാവൂലോ. അപ്പൊ നമ്മള് ചക്ക നുറുക്കിയേക്ക് 1 സ്പൂൺ മഞ്ഞപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചൊരു എരിവ് വേണം, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമുള്ളൂ. ഇനി നമുക്ക് തേങ്ങ അരയ്ക്കുമ്പോ അതില് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കും വേണം. അപ്പൊ അതങ്ങനെ ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ തുടക്കണില്ലേ അത് കൈക്കല്ലാ തുണി കൊണ്ടല്ല കേട്ടോ. തുടയ്ക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഞാൻ ഷോർട്സിൽ കാണിച്ചിരുന്നു. നമ്മള് ഓൺലൈനായിട്ട് മേടിച്ചാണ്. റേറ്റ് ഒക്കെ കമ്മിയാണ്, പ്രൊഡക്റ്റ് സൂപ്പറാണ്. ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യേ. ഞാൻ അതിന്റെ ഭാഗം ലോങ് വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നമുക്ക് കൈക്കലായിട്ടും തുടപ്പായിട്ടും ഒക്കെ യൂസ് ആക്കാൻ പറ്റും. ചിക്കന് ഇത്തിരി നേരത്തെ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ, പക്ഷെ ചിക്കൻ വന്നില്ല. ഞാൻ ആദ്യം ജിമ്മ് കഴിഞ്ഞ് വന്നപ്പോ അങ്ങനെ വാങ്ങിച്ചിട്ട് വന്നതാണ്. അതങ്ങനെ കഴുകാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചു. ഇതാ വെല്ലുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ നന്നാക്കിയിട്ട് വേണം. സാധാരണ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ നേരെക്കിക്കലുണ്ട്. ഇപ്പൊ ഫ്രിഡ്ജിലൊന്നും പെൻഡിങ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പണി എടുക്കണം എന്ന് സാരം. എല്ലാം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാലോ. ഒന്ന് കറി പോലെയാണ് ആക്കുന്നത്. നമ്മുടെ ചക്കക്കറിക്ക് ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിട്ടല്ലേ, ഇങ്ങനെ വരട്ടി ഉണ്ടാക്കല്ല കേട്ടോ. ഞാനിങ്ങനെ നമ്മളെ അടുക്കളപ്പുറത്ത് ഒരു കുഞ്ഞടുക്കള പോലെ ആക്കണില്ലേ, അവിടെ വീതനൊക്കെ ആക്കിയിട്ട് കുക്കിംഗ് വ്ളോഗൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ ഓർത്തിരിക്കുന്നു. ഇനിയിപ്പോ അടുക്കളപ്പുറത്ത് എന്നാ ഇപ്പൊ വീതന കെട്ട്, എന്നാ ഇപ്പൊ അടുക്കള പണി തീരാൻ നമുക്കറിയില്ലല്ലോ. എത്രയും പെട്ടെന്ന് എല്ലാം തീരുന്ന ഉള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടപ്പോഴേ ജിമ്മൻ വന്ന് അവന്റെ ബോഡിയൊക്കെ കാണിച്ചപ്പോ ഞാൻ മോന്തേ കണ്ടോട്ടെ എന്ന് പറഞ്ഞ് ഫോണ് താത്തി വെച്ചപ്പോ പോന് ഭയങ്കര നാണട്ടോ. പോൻ പൊത്തിയിട്ടും കാട്ടി കൂട്ടിയിട്ടൊക്കെ നിൽക്കുകയാണ്. സ്കൂളുള്ളപ്പോ ഞാൻ ഓർക്കേ സ്കൂളൊക്കെ പൂട്ടിയാ ഇഷ്ടം പോലെ സമയം കിട്ടും. ഇപ്പൊ എന്തുമാത്രം വീഡിയോ ചെയ്യാം, അങ്ങനെ ചെയ്യാം ഒക്കെ. സ്കൂള് പൂട്ടിയപ്പോഴാണ് മനസ്സിലായത്, സ്കൂള് പൂട്ടി വെക്കുമ്പോ ഒട്ടും സമയം കിട്ടുന്നില്ല. പുറത്ത് സ്കൂള് തുറക്കണ നല്ലത്. അങ്ങനെ ആകുമ്പോ കുട്ടികളെ പറഞ്ഞാക്കലും തിരക്കൊക്കെ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് നമുക്ക് വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും, പോസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്യാനേ നമ്മൾ അതും ഇതൊക്കെ വിചാരിച്ച് വെറുതെ സമയം കളയാണ്. വേണമെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും എപ്പോഴും ഇഷ്ടം പോലെ സമയം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ. ഇനിയിപ്പൊ കഴിഞ്ഞു പോയതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ആലോചിക്കാം. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും ഓർക്കൂട്ടോ, നമ്മളെ അടുക്കള പുറത്തെ അടുപ്പ് കെട്ടലും അടുക്കള പണിയൊക്കെ കഴിഞ്ഞാൽ കുറച്ചധികം കുക്കിംഗ് വീഡിയോ ഒക്കെ നമുക്ക് ഇടാലോ. ഒക്കെ ഇഷ്ടമാണ് കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് സൗകര്യം ഇല്ലായിട്ടൊന്നുമില്ല, സർവേശ്വരൻ തന്നെ ഇതൊക്കെ തന്നെ വലിയ അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ആണ്. എന്നാലും എന്റെ മൈൻഡിൽ ഒരു അടുക്കള ഉണ്ട്. ആ ഒരു ലെവലിലേക്ക് അത് എന്നെ എത്താന്ന് അറിയില്ലെങ്കിലും അത് എത്തിക്കഴിഞ്ഞാൽ കുറേം കൂടെ ഒക്കെ എനിക്ക് നല്ല കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാന്ന് ഓർക്കണു.
സർവേശ്വരനെ അനുഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് തന്നെ നടന്നോളൂല്ലേ. അതൊക്കെ അങ്ങനെ പോട്ടെ. അപ്പൊ ഏട്ടനപ്പത്തേക്ക് വന്നട്ടോ. അപ്പൊ ഇതാ വൈകുന്നേരത്തേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വൈകുന്നേരം ഇന്ത്യയിലൊക്കെ തിന്നാൻ കൊണ്ടുല്ലോ. അപ്പൊ ഈ അധികം ഉണ്ടാവും ഓറിയോടെ ബിസ്ക്കറ്റ്. അച്ചൂസിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് അധികം തിന്നില്ല. ഈ മൊക്കുരു നിറഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ഈ പറഞ്ഞ കൂട്ട് ക്രീം ഐറ്റംസ് അതുപോലെ കോഴിമുട്ട ഇതൊക്കെ പാടെ ഉപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളെന്താന്ന് വെച്ചാല് ഷഷ്ടി പൂർത്തിയാവാറായി എന്നിട്ടും മുഖക്കുരു മാറിയിട്ടില്ല. അപ്പൊ ഇനിയിപ്പൊ അതിങ്ങനെ വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടല്ലേന്ന് ഓർത്തിട്ട് അങ്ങനെ കാണിച്ചാണ് കേട്ടോ. അപ്പൊ ഞാൻ മുട്ട കഴിക്കലും കമ്മിയാക്കി, ചോക്ലേറ്റ് ബിസ്ക്കറ്റ് കഴിക്കലൊക്കെ കമ്മിയാക്കിയിട്ടുണ്ട്. വല്ലപ്പോഴൊക്കെ ഇതുപോലെ അച്ചസ് നിർബന്ധിക്കുമ്പോ ഒരു ഓറിയോ ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കും ചെറിയ നിക്കാത്തുമ്പോ. അതുപോലെ ചെറിയ നിക്കാത്തുമ്പോ വല്ലപ്പോഴും ആദ്യക്ക് മുട്ടയൊക്കെ പുഴുങ്ങി കൊടുക്കുമ്പോഴത്തേക്കും ഒരു മുട്ടയൊക്കെ ഞാനും കഴിക്കും കേട്ടോ. എനിക്ക് മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും തിന്നാണ്ടിരിക്കാനൊന്നും പറ്റൂല, അത്രയും സൗന്ദര്യമൊന്നും നമ്മൾ നോക്കണില്ലല്ലോ. എന്നാലും മുഖത്തുള്ള ആനക്കുരുകൾ വരുന്നതൊന്ന് തടയാൻ വേണ്ടിയിട്ട് സംഭവം ക്ലിക്കാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞ സാധനങ്ങൾ ഒഴിവാക്കിയപ്പോ തന്നെ മുഖത്ത് വലിയ വലിയ കുരുക്കളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ചെറുപഴമൊക്കെ പിന്നെ നല്ലതല്ലേ, അത് നമ്മള് അതും കൂടെ കൂട്ടത്തിൽ കഴിച്ചിട്ടുണ്ട്. അന്നേരം കൊണ്ട് നമ്മുടെ അടുപ്പത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വഴറ്റി വരണ്ട് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഏട്ടൻ ടൗണിലൊക്കെ പോയ കുറച്ച് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. കുറച്ച് ഷെയർ ചെയ്യുള്ളൂ, മൊത്തത്തിൽ പറയൂല. ഓർക്ക് തന്നെ പണി കിട്ടുമെന്ന് അറിയാലോ. കുട്ടികൾ സ്കൂളിൽ തന്നെ ഓരോ വിശേഷങ്ങൾ പറയൂലേ. അതുപോലെ എന്തൊക്കെയോ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് പിന്നെ ഏട്ടൻ പെട്ടെന്ന് തന്നെ മണ്ടി പോയിട്ടുണ്ട് ഫോണിൽ നോക്കാനായിട്ട്, ബാക്കി നേരം TV കാണാനായിട്ട്. അതാണല്ലോ മെയിന് മുഖ്യം. അങ്ങനെ അടുക്കളയിൽ നമ്മളവിടെ സമയം ചെലവഴിക്കുന്ന ദുശീലങ്ങളൊന്നും തന്നെ എന്റെ കെട്ടുവനില്ല. ഞാൻ നിർബന്ധിച്ച് വഴക്കൂടി തെറ്റുമ്പോഴൊക്കെ മാത്രം ഇത്തിരി നേരം നിൽക്കും. എന്നിട്ട് നാളെ മുതൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഇത്തിരി നേരം കൂടെയൊക്കെ നിൽക്കാന്നൊക്കെ പറയും. പക്ഷെ അത് രണ്ടു ദിവസമല്ല, ഒരു ദിവസം പറയണ അന്ന് മാത്രം. അപ്പൊ തന്നെ വല്ല മുള്ളുമ്പോ നിൽക്കും പോലെയാണ് നിൽക്കുക. അപ്പൊ ഞാൻ തന്നെ പറയും പൊക്കോളൂന്ന്. പിന്നീട് അതില്ലേ ഇനി. പിന്നെ നമ്മക്കിപ്പോ അതൊന്നും വിഷയമല്ല. നമ്മളങ്ങനെ നമ്മളൊരു ഓളത്തിൽ പോണ പോലെ അങ്ങനെ ഓലൊരു ഓളത്തിൽ പോകണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. വർത്താനം പറഞ്ഞ് എവിടെ എത്തി. ചക്കക്കൂട്ടം സെറ്റായി, കടുവ് വറുത്തിട്ട് അത് മേടിച്ച് വെച്ച. ഇവിടെയൊക്കെ രമേശേട്ടനുണ്ടല്ലോ ചക്കക്കൂട്ടാന് ചോറ് കൂട്ടി കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതിങ്ങനെ ചുടുക്കനെ ആ ഒരു ടൈമിൽ ചോറ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ചോറ് കൂട്ടി കഴിക്കാൻ വലിയൊരു പിടുത്തല്ല. എന്നാലും കുറച്ചൊക്കെ കൂട്ടും. വെറുതെ ചക്ക കൂട്ടാൻ കഴിക്കാന് വലിയ കുഴപ്പമില്ല, അങ്ങനെ കഴിക്കും. എന്നാലും അങ്ങനെ അമിതമായൊരു ചക്ക കൂട്ടാൻ ഭ്രാന്തൊന്നുമില്ല. പിന്നെ ഭ്രാന്തുള്ളത് ഇതിനാണ്. ചിക്കൻ കൂട്ടിയിരിക്കുമ്പോ ചക്ക കൂട്ടാനായാലും ചോറായാലും പൂടായാലും എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. മക്കളൊന്നും ചക്ക കൂട്ടാൻ കൂട്ടി കഴിച്ചില്ല. ആദ്യം മാത്രം ഒരു ശകരം കഴിച്ചു തോന്നുന്നു. അച്ചൂസ് വെറും ചിക്കനും ചോറുമാണ് കഴിച്ചത്. രമേശേട്ടനും ഞാനും ചക്കക്കൂട്ടാനും ചിക്കനും കൂടി മിക്സ് ചെയ്ത് സൂപ്പർ ആക്കിയത് മിന്നിച്ചു. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ ചക്കക്കൂട്ടാന്റെ കൂടെ ചിക്കൻ കറി ഒഴിച്ചാരും കഴിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കും, സൂപ്പറാണ്. നമ്മള് പൂളയൊക്കെ അങ്ങനെ കുത്തി ഉടച്ച് കറിയാക്കൂലേ, അതേപോലെയൊക്കെ തന്നെ ഇതിന്. പക്ഷെ വേറൊരു രുചിയായിരിക്കും. നല്ല മൂത്ത ചക്കയൊക്കെ ആവുമ്പോളേ ഒരു ചെറിയൊരു പുളിപ്പുമ്പനാട് വിടുകയും ചെയ്യൂലേ. അപ്പൊ അങ്ങനത്തെ കൂട്ടാനിക്കും ഇതുപോലെ ചക്കക്കൂട്ടാൻ നല്ല സ്വാദാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വലിയ വീഡിയോ ഒന്നും ആയിരുന്നില്ല, കുഞ്ഞു വീഡിയോ ആയിരുന്നു. ചക്കക്കൂട്ടാനും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോ കൂട്ടത്തിൽ എന്റെ കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ഒന്ന് കൂടെ കൂട്ടി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവർത്തേക്ക് എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.